പ്രേത വീടുണ്ട് കേട്ടോ. പണ്ട് എന്തൊക്കെയോ ആയിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. ഹലോ ഗൈസ്, വിജയ ലോക ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നെല്ലിയാമ്പതി യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ കേശവമ്പാറയിലേക്കാണ് പോകുന്നത്. അപ്പോൾ 20 രൂപ ടിക്കറ്റ് എടുത്തു. നമുക്ക് 4 മണി 5 മണി ആയ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ അധികം കടത്തി വിടില്ല. അതിന് 5 മണിക്ക് ഉള്ളിലായിട്ട് നമ്മൾ 5 മണി ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ പുറത്തിറങ്ങി വേണം. അപ്പോൾ നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് പിന്നെ കുറച്ച് നേരം ഒരു 100-200 മീറ്റർ അങ്ങോട്ട് നടക്കാനുണ്ട് ഒരു കുറച്ച് കാട്ടിലൂടെ. അവിടുന്ന് സൈഡിലൊക്കെയാണ് AVTയുടെ ഫാക്ടറിയൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പോൾ നെല്ലിയാമ്പതിയിലെ കേശവമ്പാറ അങ്ങനെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ ഫാം ഹൗസ്, പിന്നെ സീതാർകുണ്ട് വ്യൂ പോയിൻ്റ്, പിന്നെ ചുരം, അതൊക്കെയായിരുന്നു നെല്ലിയാമ്പതിയിലത്തെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോണത് പിന്നെ ഇവിടെ വേറൊരു പ്ലേസ് ഉണ്ട്, അത് തൂക്കുപാലാണ്. അവിടേക്ക് പോകാൻ നമുക്കൊരു സമയം കുറച്ച് കുറവാണ്. നമുക്ക് നോക്കി നോക്കാം എന്തായാലും. ഓക്കെ, ഇപ്പോൾ തിരിച്ച് പോകാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നേരത്തെ ഇനിയിപ്പോൾ അവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. ഇന്ന് നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ നടക്കാം. പക്ഷേ ഈ പാറ അവിടെ നിന്ന് ഇങ്ങനെ ചെരിഞ്ഞതാ ഇവിടം വരെ, അതിൻ്റെ എൻഡിങ് ഇവിടം വരെ ആയിട്ടുണ്ട്. പാറ നിറഞ്ഞ സ്ഥലമാണ്. അങ്ങോട്ട് കയറാം. ഈ നട്ടുച്ചക്കൊന്നും ഇങ്ങോട്ട് ഈ ഒരു ലൊക്കേഷനിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. പാറയൊക്കെ നല്ല ചൂടായിട്ടിരിക്കുന്ന സമയവും. അപ്പോൾ രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഓക്കെ, നല്ലൊരു വൈബായിരിക്കും. പിന്നെ കോടയൊക്കെ ഉള്ള സമയത്ത് വരികയാണെങ്കിൽ ഒന്നും കൂടി സെറ്റാവും, നല്ല കോട വൈബൊക്കെ ഉണ്ടെങ്കിൽ. മുമ്പ് ഒരു വട്ടം വന്നപ്പോൾ നല്ല കോടയുള്ള സമയത്താണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല കോടയും നല്ലൊരു വൈബായിരുന്നു ഇവിടെ. നല്ല തിരക്കുള്ള ദിവസമാണ് ഇന്ന്, നല്ല ആളുകളുണ്ട്. ഇതാ മുകളിൽ കണ്ടില്ലേ വലിയൊരു മല. ഇവിടെ എന്തൊരു തറ കെട്ടിയത് പോലെയുണ്ട്. പണ്ട് എന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു ഇവിടെ കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനങ്ങനെ കുറച്ചങ്ങോട്ട് നടന്ന് അതിൻ്റെ വേറൊരു ചെരുവിൻ്റെ അവിടെ എത്തി. ഇവിടുന്നുള്ള വ്യൂ ആണ് നല്ലൊരു മനോഹരമായിട്ടുള്ളത്. ഇവിടുന്ന് ലോങ് ആയിട്ട് നമുക്ക് പോത്തുണ്ടി ഡാം കാണാം. കുറച്ച് ആ ഒരു ഗ്യാപ്പിൽ കണ്ടില്ലേ. പിന്നെ ഇത് മലനിരകളും നല്ലൊരു വൈബൊക്കെ ആയിട്ട് ഇങ്ങനൊരു ചെരുവിലാണ് എത്തിയിരിക്കുന്നത്. പിന്നെ ആ പാറയുടെ ഭാഗങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. നല്ല ഫ്ലാറ്റായിട്ട് മാത്രമല്ല, ഇത് ചെരുവുണ്ട്. ഇതൊരു കുത്തനുള്ളൊരു ഇറക്കമാണ്. നല്ലൊരു ഫുള്ള് പാറയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു ഏരിയയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വന്നാലുള്ള ഇവിടുന്ന് കാണുന്നൊരു വ്യൂ പോയിന്റ്. ഭ്രമം എന്നൊരു സിനിമയൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയണത്. പിന്നെ ഞാനിങ്ങനെ അന്വേഷിച്ചു എങ്ങനെയാണ് ഇപ്പോൾ ഈ കേശവമ്പാറ എന്നുള്ള പേര് വന്നത്. പക്ഷെ അതിന് പ്രത്യേകിച്ച് യാതൊരു ചരിത്രമോ ഐതിഹ്യമൊന്നുമില്ല. നമ്മുടെ സീതാർകുണ്ടിലാണെങ്കിൽ അവിടെ സീതാദേവിയുടെ ഒരു ഐതിഹ്യമൊക്കെ ഉണ്ടല്ലോ. സീതാദേവി വനവാസ സമയത്ത് അവിടെ ഒരു ചെറിയൊരു കുളത്തിൽ കുളിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഐതിഹ്യത്തിലാണ് സീതാർകുണ്ട് എന്നുള്ളൊരു പേര് വന്നത്. അവിടെ അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. പക്ഷെ ഇവിടെ പണ്ട് മുതലുള്ള പഴയ ഒരു ആളെക്കുറിച്ചാണോ അല്ലെങ്കിൽ ആദിവാസി ആളായിരുന്നോ ഈ കേശവൻ എന്നുള്ളത് ഇപ്പോഴും ആർക്കും ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അങ്ങനെയാണ് ആ ആളുടെ പേരിലാണ് ഈ കേശവമ്പാറ എന്നുള്ളൊരു സ്ഥലം. അപ്പം അങ്ങനെ മുഴുവനായിട്ടും പാറ നിറഞ്ഞ ഒരു പ്രദേശം, അതാണ് കേശവമ്പാറ. ഇവിടെ ഒരുത്തൻ കിടന്ന് വിശ്രമിക്കുന്നു. ചുറ്റുപാട് വലിയ മലകൾ അപ്പുറത്തുമുണ്ട്. പ്രേത വീടുണ്ട് കേട്ടോ.
പണ്ട് എന്തൊക്കെയോ ആയിരുന്ന ഒരു ബിൽഡിങ്ങാണിത്. പക്ഷേ ഇപ്പോൾ ഒന്നുമല്ല. ഇപ്പോൾ വെറും പഴഞ്ചൻ, ഒരു ഉപയോഗമില്ലാതെ നശിച്ചു പോകുന്ന ഒരു ബിൽഡിങ്ങായി. പണ്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, അതിൻ്റെയാണ് ഈ ബിൽഡിങ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഫുള്ള് പാറയായിട്ടുള്ളൊരു പ്രദേശമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഒരു മല ഉണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കിത് സമയം ഇപ്പോൾ ഏകദേശം 5 മണിയായി. ഒരു ടൈം 5 മണിയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ നോക്കാം. ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. മുമ്പ് ഈ ഒരു സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പുതിയ ചാനൽ സെറ്റാക്കിയപ്പോൾ അതിൽ കണ്ടൻറ്റ് വീഡിയോ സെറ്റാക്കിയല്ലേ. മുമ്പ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പഴയ ചാനലിലാണെന്ന് മാത്രം. പഴയ ചാനൽ പിന്നെ കുറച്ച് ഡൗൺ ആയ കാരണം നമുക്ക് നിർത്തേണ്ടി വന്നു. ഇപ്പോൾ പുതിയ ചാനൽ നമ്മൾ സെറ്റാക്കി കൊണ്ട് വരികയാണ്. ഇനിയിപ്പോൾ നാളെ മുതൽ സ്കൂൾ തുറക്കില്ല, അതുകൊണ്ടാണ് ഇന്ന് ഞായറാഴ്ച ആയിട്ട് മൊത്തത്തിൽ ദിവസം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പുറത്തെടുക്കാൻ നോക്കട്ടെ. നെല്ലിയാമ്പതി വന്നിട്ട് നമ്മൾ 4 സ്ഥലം വിസിറ്റ് ചെയ്ത്, പിന്നെ ഒരു തൂക്കുപാലമുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ സമയമില്ല. അങ്ങോട്ടേക്ക് പോകാൻ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടും തിരിച്ച് വരും വേണം. അപ്പോൾ 15-16 കിലോമീറ്ററോളം. അപ്പോൾ നമുക്കത് പിന്നീട് നമ്മളത് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നെല്ലിയാമ്പതി യാത്രയത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വീഡിയോസും ഈ ഒരു വീഡിയോ ഒക്കെ ആയിട്ട്. ഓക്കെ, അപ്പോൾ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.